ഗാസ മുനമ്പ് സമാധാനത്തിലേക്ക് ചിറക് വിരിച്ച് പറക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങളോട് അനുകൂല നിലപാട് പ്രകടിപ്പിച്ച ഹമാസ് വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഒപ്പം 20 പദ്ധതിയിലെ മറ്റു ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് ഞായറാഴ്ച വൈകുന്നേരം വരെ സമയം അനുവദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് ഹമാസിന്റെ ഈ ഒരു നീക്കം. തങ്ങളുടെ കസ്റ്റഡിയിലുള്ള മുഴുവൻ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കാൻ ഹമാസ് സമ്മതം അറിയിച്ചു. ഇതിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണം ഉടൻ നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. ശാശ്വത സമാധാനത്തിന് ഹമാസ് തയ്യാറാണ് എന്നാണ് ബന്ദികളെ മോചിപ്പിക്കാം എന്നറിയിച്ച് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ താൻ വിശ്വസിക്കുന്നത് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ബന്ദികളെ സുരക്ഷിതമായും വേഗത്തിലും പുറത്തെത്തിക്കുകയാണ് ലക്ഷ്യം. അതിനായി ഇസ്രായേൽ അടിയന്തരമായി ഗാസയിൽ നടത്തുന്ന ബോംബാക്രമണം നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസിന്റെ പ്രസ്താവനയെ വലിയ ദിവസം എന്ന് പറഞ്ഞാണ് ട്രംപ് സ്വാഗതം ചെയ്യുന്നത്. ബന്ദികളാക്കപ്പെട്ടവർ ഉറ്റവരുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്ന സന്തോഷ നിമിഷത്തിനായി കാത്തിരിക്കുന്നു. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാമെന്നും ട്രംപ് പറയുന്നുണ്ട്. ട്രംപിനൊപ്പം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഹമാസിന്റെ നിലപാടിനോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബന്ദിമോചനത്തിനുള്ള ട്രംപിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതിനർത്ഥം ആദ്യഘട്ടമെന്ന നിലയിൽ ബോംബാക്രമണം അവസാനിപ്പിക്കുകയും ബന്ദികൾ മോചിപ്പിക്കപ്പെടുന്നതോടെ ഘട്ടം ഘട്ടമായുള്ള സൈനിക പിന്മാറ്റത്തിനും ഇസ്രായേൽ തയ്യാറായേക്കുമെന്ന് അനുമാനിക്കാം. കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടാൽ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന കൈമാറ്റ ഫോർമുല അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ഇസ്രായേലി തടവുകാരെയും മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അതേസമയം ഇസ്രായേലി US സമാധാന പദ്ധതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 48 ബന്ദികളാണ് ഹമാസിന്റെ പക്കലുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ജീവനോടെയുള്ള 20 പേരെ ഹമാസ് വിട്ടയക്കും. ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറുമെന്നാണ് വിവരം. ഗാസ മുനമ്പിന്റെ ഭരണം ഒരു സ്വതന്ത്ര പലസ്തീൻ സമിതിക്ക് കൈമാറണം എന്നതിനോടും യോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം പോലുള്ള മറ്റു പല നിർദ്ദേശങ്ങളോടും വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം. നിരായുധീകരണം പോലുള്ള നിർദ്ദേശങ്ങൾ ഹമാസിന്റെ സൈനിക നേതൃത്വം എത്രത്തോളം അംഗീകരിക്കുമെന്ന് നിശ്ചയമില്ല. കാരണം സമാധാന പദ്ധതി ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഇന്നലെ തന്നെ ഹമാസ് സൈനിക തലവൻ വ്യക്തമാക്കിയിരുന്നത്. ഇതടക്കം മറ്റു പല നിർദ്ദേശങ്ങളിലും ഹമാസിന് എതിരഭിപ്രായമുണ്ട്. അവയിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായി നിരായുധീകരിക്കുക, വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിൽ കൂട്ടിച്ചേർക്കുന്നത് അനുവദിക്കില്ല, ഗാസയുടെ പുനർനിർമ്മാണത്തിന് സഹായം എത്തിക്കുകയും പലസ്തീൻ ജനതയുടെ പലായനം ഒരു കാരണവശാലും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക, ദ്വിരാഷ്ട്രം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക എന്നിവയെല്ലാം അമേരിക്കൻ പദ്ധതിയിലുണ്ട്. ബന്ദികൾ തിരിച്ചെത്തിയാലുടൻ ഇസ്രായേൽ 100 കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. മരിച്ച പലസ്തീനുകളുടെ മൃതദേഹവും വിട്ടുകൊടുക്കും. ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. ഗാസ വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യത്തേക്ക് സുരക്ഷിത പാതയും ഒരുക്കും. ഗാസയിലേക്ക് ഭക്ഷ്യ ആരോഗ്യ സഹായ വിതരണവുമായി പ്രതിദിനം 600 ട്രക്കുകൾ അനുവദിക്കും. ഇരുവിഭാഗത്തിന്റെയും ഇടപെടൽ ഇല്ലാതെ സഹായങ്ങൾ കൃത്യമായി വിതരണം ചെയ്യും. UN-ഉം റെഡ് ക്രസന്റും അതിന് നേതൃത്വം വഹിക്കും. ആധുനിക മിഡിൽ ഈസ്റ്റ് നഗരങ്ങൾ നിർമ്മിച്ച് പരിചയമുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗാസ പുനർനിർമ്മിക്കാൻ ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കും. നിക്ഷേപവും തൊഴിലും ഉറപ്പാക്കുന്ന തരത്തിലാകും ഈ പ്ലാൻ. കുറഞ്ഞ താരിഫും നിരക്കുമുള്ള പ്രത്യേക സാമ്പത്തിക മേഖലയും ഗാസയിൽ സ്ഥാപിക്കും. ആരെയും ഗാസയിൽ നിന്ന് നിർബന്ധിച്ച് പുറത്താക്കില്ല എന്നും ആർക്കെങ്കിലും പുറത്തു പോകാൻ താല്പര്യമുണ്ട് എങ്കിൽ മടങ്ങി വരാൻ അനുവദിക്കുമെന്നും US-ന്റെ സമാധാന പദ്ധതിയിലുണ്ട്. ഗാസ നിവാസികളെ ഗാസയിൽ തന്നെ തുടരാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും കരാറിൽ പറയുന്നു. ഗാസ ഭരണത്തിൽ ഹമാസിന് ഒരു പങ്കുമുണ്ടാകില്ല എന്ന് കരാർ നിർദ്ദേശിക്കുന്നുണ്ട്. ടണലുകൾ ഉൾപ്പെടെ പുതിയ സായുധ സംവിധാനങ്ങൾ സൃഷ്ടിക്കാനും അനുവദിക്കില്ല. ഹമാസും മറ്റ് ഗാസ ഗ്രൂപ്പുകളും ഉറപ്പുകൾ പാലിക്കുന്നുവെന്നും ഇസ്രായേലിന് ഭീഷണിയാകില്ല എന്നും ഉറപ്പാക്കാൻ മേഖലയിലെ സഖ്യരാഷ്ട്രങ്ങളുടെ സുരക്ഷാ ഗ്യാരണ്ടിയും കരാറിലുണ്ട്. അറബ് മറ്റ് രാജ്യാന്തര സംവിധാനങ്ങളുമായി സഹകരിച്ച് ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വികസിപ്പിക്കാൻ US ആലോചിക്കുന്നുണ്ട്. ആ സേന ദീർഘകാല ആഭ്യന്തര സുരക്ഷയ്ക്കായി പലസ്തീൻ പോലീസ് സേനയ്ക്ക് പരിശീലനവും നൽകും.
ഗാസ ഇസ്രയേൽ കയ്യേറുകയോ അനക്സ് ചെയ്യുകയോ ചെയ്യില്ല എന്ന് കരാറിൽ ഉറപ്പ് നൽകുന്നുണ്ട്. ക്രമേണ മറ്റ് സുരക്ഷാ സേനകൾക്ക് പ്രദേശം കൈമാറി IDF പിൻവാങ്ങുമെന്നുമാണ് കരാറിൽ ഉറപ്പ് നൽകുന്നത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കകം സമാധാന പദ്ധതി അംഗീകരിക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണമുണ്ടായത്. പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിന് നേരിടേണ്ടി വരിക നരകമായിരിക്കുമെന്നും വെള്ളിയാഴ്ച സാമൂഹിക മാധ്യമത്തിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹമാസിന് നൽകുന്ന അവസാന അവസരമാണ് ഇതെന്നും പദ്ധതി അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഇതുവരെ കാണാത്ത വിനാശമായിരിക്കും ഉണ്ടാവുകയെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഏത് രീതിയിലായാലും മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ ഉറപ്പ്. ഒക്ടോബർ 7 മുതൽ നടന്നുവരുന്ന ഗാസ ആക്രമണത്തിന് ഉത്തരവാദികൾ ഹമാസ് ആണെന്ന് പറയാതെ പറയുകയായിരുന്നു ട്രംപ്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയത് ഗുരുതരമായ കൂട്ടക്കൊലയാണ്. അന്നു മുതലാണ് ഗാസയിൽ സംഘർഷം ആരംഭിച്ചത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കുറ്റപ്പെടുത്തിയത്. ഒക്ടോബർ 7 ആക്രമണത്തിന് നേരിട്ട തിരിച്ചടിയിൽ ഹമാസിന്റെ 1,00,000-ലധികം സൈനികർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവശേഷിക്കുന്നതിൽ അധികം പേരും സൈനിക വലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നും ട്രംപ് പറയുന്നു. ട്രംപിന്റെ പ്രത്യേക താൽപര്യത്തിൽ US പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് പദ്ധതി തയ്യാറാക്കിയത്. വിവിധ അറബ് രാജ്യങ്ങളും തുർക്കിയും ഉൾപ്പെടെ പദ്ധതി അംഗീകരിപ്പിക്കാൻ ഹമാസിനുമേൽ വലിയ സമ്മർദ്ദവും ചെലുത്തിയിരുന്നു.